നമസ്കാരം. LDF വരും എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ പിണറായി സർക്കാരിന്റെ കാലാവധി തീരുമ്പോൾ പുതിയൊരു മത്സരവേദിക്ക് അല്ല യുദ്ധവേദിക്ക് തന്നെ കേരളം സാക്ഷിയാവുകയാണ്. LDF വന്നു, പക്ഷേ എല്ലാം ശരിയായോ എന്ന് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമാവും. പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സഖാവ് പിണറായി വിജയൻ ഇരട്ടച്ചങ്കൻ എന്ന ഹീറോ പരിവേഷത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ ഇടതുമുന്നണി വലിയ പ്രതീക്ഷയിലായിരുന്നു. കേരളം ഇരട്ടച്ചങ്കന്റെ കയ്യിൽ സുരക്ഷിതമെന്ന് വിശ്വസിച്ചു. എന്നാൽ പാപി ചെന്നിടം പാതാളം എന്ന കണക്കെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നവർക്ക് ആ 5 വർഷം അതികഠിനം എന്നതിൽ സംശയമില്ല. സോളാറിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും കോൺഗ്രസും സരിതയുടെ സാരിത്തുമ്പിൽ തൂങ്ങിയപ്പോൾ സരിതയെ മുൻനിർത്തി പ്രതിപക്ഷം നന്നായി വിയർത്തുപണിതപ്പോൾ LDF അധികാരത്തിലെത്തി. എന്നാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സാധാരണ ജനത്തിന് ദഹിച്ചില്ല. അദ്ദേഹത്തിന്റെ വീർത്തുകെട്ടിയ മുഖവും പരുക്കൻ സ്വഭാവവും പൊതുജനം തുടക്കത്തിലെ വെറുത്തു തുടങ്ങി. മന്ത്രിസഭാ യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കാണുന്ന പതിവ് പോലും പിണറായി സർക്കാർ തെറ്റിച്ച് മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് പ്രഖ്യാപിച്ചു. സർക്കാരിന് അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകി. അപ്പോഴും ചോദ്യങ്ങൾ പാടില്ല, പറയുന്നത് കുറിച്ചെടുത്തു പോവുക മാത്രം. ബ്രൂവറിയിൽ പ്രതിപക്ഷം ചാട്ടുളി പോലെ എറിഞ്ഞ 10 ചോദ്യങ്ങളിൽ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് ശബരിമല വിഷയം കത്തിയമരുന്നത്. സർക്കാർ നിർമ്മിത പ്രളയവും ഓഖിയിലെ തട്ടിപ്പുകളും എല്ലാം ഇടതുമുന്നണിക്ക് തിരിച്ചടികളാണ്. അധികാരത്തിലിരിക്കുന്ന 8ഓളം MLA മാർ പാർട്ടിക്ക് ചീത്തപ്പേരുകൾ കേൾപ്പിച്ചു. ബന്ധു നിയമന വിവാദത്തിൽ EP ജയരാജന്റെ വ്യവസായ കസേര തെറിച്ചപ്പോൾ ലൈംഗിക ചുവ കലർത്തി സംസാരിച്ച ഗതാഗത മന്ത്രിയും വീട്ടിലിരിക്കേണ്ടി വന്നു. എന്നാൽ തൊട്ടുപിറകെ ഗതാഗതം നിയന്ത്രിക്കാനെത്തിയ തോമസ് ചാണ്ടി ലേക്ക് പാലസിൽ തലവെച്ചു. അദ്ദേഹം പടിയിറങ്ങിയപ്പോൾ വീട്ടിലിരുന്ന ശശീന്ദ്രൻ വീണ്ടും നല്ല കുട്ടിയായി ഗതാഗതത്തിലെത്തി. വാട്ടർ തീം പാർക്കിൽ PV അൻവർ, ബന്ധു നിയമനത്തിൽ KT ജലീൽ, PK ശ്രീമതി, മീറ്റുവിൽ മുകേഷ് തുടങ്ങി MLA മാരെ ഗുണദോഷിച്ചു വരുന്നതിനിടെയാണ് കൂനിമേൽ കുരുപോലെ പ്രളയവും ശബരിമലയുമൊക്കെ ഇടുത്തി പോലെ വന്നത്. തുടർന്നുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങളും സർക്കാരിന് തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ ആദർശങ്ങളെല്ലാം മാറ്റിവെച്ച് വിജയസാധ്യത മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് ഇടതുമുന്നണി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ മികവാണ്, ജാതി മത സാമുദായിക സമവാക്യങ്ങളല്ല നോക്കേണ്ടത് എന്ന് പരസ്യമായി പറഞ്ഞിരുന്ന പാർട്ടി ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർണയിച്ചത് ജയസാധ്യത മാത്രം നോക്കിയാണെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 16 സീറ്റുകളിൽ മത്സരിക്കുന്ന CPM-ന്റെ പട്ടികയിൽ 2 വനിതകൾ മാത്രമാണ് ഉള്ളത്. PK ശ്രീമതിയും വീണ ജോർജും. നവോത്ഥാനത്തിനായി വനിതാ മതിൽ ഉയർത്തിയെങ്കിലും 2-ൽ കൂടുതൽ വനിതകൾക്ക് അവസരം നൽകാൻ CPM തയ്യാറായില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജനപ്രീതിയും ജാതി സമുദായ സമവാക്യങ്ങളും കൃത്യമായി തിട്ടപ്പെടുത്തി. പൊന്നാനിയിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ അല്പം വിഷമം നേരിട്ടത്. ഒടുവിൽ അത് PV അൻവറിൽ എത്തുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിക്കുകയും ചെയ്യും. 4 സിറ്റിംഗ് MLA-മാരെയാണ് യുദ്ധകളത്തിൽ CPM ഇറക്കിയിരിക്കുന്നത്. ഇന്നസെന്റ് അത്ര ഇന്നസെന്റ് അല്ലെങ്കിലും ക്രിസ്ത്യനായതുകൊണ്ട് മാത്രം ചാലക്കുടിയിൽ ഇന്നസെന്റ് തന്നെ മത്സരിക്കും. വാസവൻ കോട്ടയത്ത് മത്സരിക്കുന്നതിനോട് മാത്രം ചെറിയ രീതിയിലുള്ള എതിർപ്പുകളുണ്ട്. ആറന്മുളയിലെ വീണ ജോർജിന്റെ വരവും വലിയ രീതിയിൽ വിവാദമായിരുന്നു. വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടുള്ള മത്സരമായിരുന്നു അന്ന് കാഴ്ചവെച്ചത്. ശക്തമായ ഒരു പ്രകടനം തന്നെയായിരിക്കും വീണ ജോർജ് പത്തനംതിട്ടയിൽ കാഴ്ചവെക്കുക. ആദ്യ ലാപ്പിൽ തന്നെ ബഹുദൂരം മുന്നേറിക്കൊണ്ട് തന്നെയാണ് LDF-ന്റെ യാത്ര എന്ന് തന്നെ പറയാം. ശക്തരെ തന്നെ അങ്കത്തട്ടിൽ ഇറക്കുമ്പോൾ പ്രതിപക്ഷം വിയർക്കുക തന്നെ ചെയ്യും. സ്ഥാനാർത്ഥി നിർണയത്തിനു മുന്നേ CES സർവേ ഫലത്തിൽ LDF-ന് മുൻതൂക്കമുള്ളതായുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു. സാധ്യത മുന്നിൽ കണ്ടു രംഗത്തിറങ്ങിയിരിക്കുന്ന ഇടതുപക്ഷം രണ്ടും കൽപ്പിച്ചാണ്. വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ കൂടെ നിർണയിക്കപ്പെടുമ്പോൾ യുദ്ധത്തിനുള്ള കൊടിയേറ്റം നടക്കും. ശബരിമല അയ്യപ്പൻ BJP-യെ തുണയ്ക്കുമോ എന്നും ഈ മത്സരത്തിൽ നമുക്ക് നോക്കിക്കാണാം. വനിതാ മതിലിൽ 2019 പടുത്തുയർത്തിയ ഇടതുപക്ഷത്തിനൊപ്പം വനിതകളുടെ സഹകരണവും എത്ര കണ്ടുണ്ടാകും എന്ന് കണ്ടറിയാം.